വെൽക്കം ഫ്രണ്ട്സ്. പി എസ് സി കരിയേഴ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മുൻകാലത്തിൽ PSC ചോദിച്ച കേരള സർക്കാർ പദ്ധതികളെ കുറിച്ചാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഉത്തരം മൃതസഞ്ജീവനി. ചോദ്യത്തിലെ മറ്റു ഓപ്ഷനുകൾ കൂടി ഒന്ന് നോക്കാം. മൃതസഞ്ജീവനി ആണ് ഉത്തരം. സ്പെക്ട്രം വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്നതിനായി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് സ്പെക്ട്രം. ജീവനം ആരോഗ്യപരമായ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന പദ്ധതിയാണ്. പരിരക്ഷ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. മറ്റു ഓപ്ഷനുകൾ: ആയുർദളം എന്നത് ആയുർവേദ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ്. ആരോഗ്യ ജാഗ്രത പൊതുജനങ്ങൾക്ക് ആരോഗ്യ ബോധവൽക്കരണം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ്. ആശ്വാസകിരണം എന്നത് കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇവിടെ ഉത്തരം അമൃതം ആരോഗ്യം എന്നതാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില നിയന്ത്രിച്ച് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ആരംഭിച്ച സംവിധാനം ഏത്? ഇവിടെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നത് മരുന്നുകളുടെ വില നിയന്ത്രിച്ച് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനുള്ള സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നത്. മറ്റ് ഓപ്ഷനുകൾ: സ്വസ്ഥ്യം എന്നത് ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആരോഗ്യ പദ്ധതിയാണ് സ്വസ്ഥ്യം. പുനർജനി എന്നത് രോഗമുക്തിയുടെയും പുനരധിവാസത്തിന്റെയും ഭാഗമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. നെക്സ്റ്റ്, കരുണാലയം എന്ന പദ്ധതി, അത് രോഗികൾക്ക് പരിചരണ സൗകര്യം നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് കരുണാലയം. നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഉത്തരം കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയാണ്. അത് മരുന്നുകളുടെ വില കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനുള്ള സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്ന പദ്ധതി. നമ്മളുടെ ഉത്തരം ശ്രുതി തരംഗം എന്നതാണ്. അതായത് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം. മറ്റ് ഓപ്ഷനുകൾ: വി കെയർ, അത് രോഗികൾക്ക് പരിചരണ സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് വി കെയർ. കെയർ ഗിവർ എന്നത് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള പരിശീലന പദ്ധതിയാണ് കെയർ ഗിവർ. ശ്രദ്ധ എന്നത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ശ്രദ്ധ എന്നത്. നമ്മളുടെ ഉത്തരം ശ്രുതി തരംഗമാണ്. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്ന പദ്ധതിയാണ് തരംഗം. 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് നഗരസഭ മുനിസിപ്പാലിറ്റി പരിധിയിൽ നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതി ഏതാണ്? ഇവിടെ ഉത്തരം വയോമിത്രമാണ്. അതായത് 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ സാമൂഹിക പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. മറ്റു ഓപ്ഷനായിട്ട് വയോ അമൃതമുണ്ട്. ഇത് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയാണ് വയോ അമൃതവും. മന്ദഹാസം എന്ന പദ്ധതി വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്ന പദ്ധതിയാണ്. വയോമധുരം വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് വയോമധുരം എന്നത്. നമ്മളുടെ ഉത്തരം വയോമിത്രമാണ്. അതായത് 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ സാമൂഹിക പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം എന്നത്. വയോമിത്രമാണ്. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? അത് മന്ദഹാസമാണ്. പെൺകുട്ടികൾക്ക് ആയോധന കലാ പരിശീലനം നൽകി ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? അത് കരുത്ത് ആണ്. ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ആർദ്രം പദ്ധതി. മാലിന്യ മുക്ത കേരളത്തിനായി നടപ്പാക്കുന്ന പദ്ധതി ഏത്?
ആണ്. സ്നേഹരാമം പദ്ധതി ആണ്. മാറാരോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? അത് താലോലം ആണ്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് ജ്യോതി എന്ന പദ്ധതി ആണ്. വൃക്ക തകരാർ മൂലം ഡയാലിസിസ് ചെയ്യുന്ന BPL രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സമാശ്വാസം പദ്ധതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വിമുക്തിയാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട് എന്നാണ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം മെഡിസെപ്പ് ആണ്. മെഡിസെപ്പ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉൾപ്പെടുന്നവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആശ്വാസകിരണം എന്നത് ഗുരുതര രോഗികളായവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം.